മക്കൾ നിസ്കരിക്കുന്നില്ല, ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഭാര്യ നിസ്കരിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞ് പല ആളുകളും ആത്മീയ പരിഹാരമാർഗം ചോദിക്കാറുണ്ട്. ആ വിഷയത്തിൽ നമ്മൾ പല ആളുകൾക്കും പല വ്യക്തികൾക്കും പലതും പറഞ്ഞു കൊടുക്കാറുണ്ട്. ഓരോരുത്തരുടെ പ്രശ്നത്തിനനുസരിച്ചാണ് നമ്മൾ അതിന് പരിഹാരം പറഞ്ഞു കൊടുക്കുക. ഇൻഷാ അല്ലാഹ് കോമൺ ആയിട്ട് ഈ പരിശുദ്ധമായ റജബിൽ തന്നെ നമ്മുടെ മക്കൾ നിസ്കാരം തുടങ്ങാൻ വളരെ പ്രധാനപ്പെട്ട 4 വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക. എന്താണ്, എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കാനും അറിയാനും നമ്മുടെ മക്കൾക്ക് നിർദ്ദേശിച്ചു കൊടുക്കാനും മജ്‌ലിസ് മുഴുവനായും കേൾക്കുകയും ലിങ്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. അള്ളാഹു നമ്മുടെ മജ്‌ലിസിനെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അള്ളാഹു സന്തോഷവും സമാധാനവും നൽകട്ടെ. പരിശുദ്ധമായ റജബിന്റെ ബറക്കത്ത് അള്ളാഹു നമുക്ക് നൽകട്ടെ. ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന എല്ലാ വിഷമങ്ങളും പ്രയാസങ്ങളും അള്ളാഹു മാറ്റിത്തരട്ടെ. ദുആ വസിയത്ത് ചെയ്ത മുഴുവൻ ആളുകൾക്കും അള്ളാഹു അവരുടെ മുറാദുകളെ ഹാസിലാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. പരിശുദ്ധമായ റജബ് മാസത്തിന്റെ 2ാമത്തെ 10 നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. റജബിന്റെ ഒരുപാട് പ്രത്യേകതകൾ നമ്മൾ സംസാരിച്ചു. അർബഅത്തുൻ ഹുറും, പവിത്രമാക്കപ്പെട്ട 4 മാസങ്ങളിൽപ്പെട്ട മാസമാണ് റജബ് എന്നതൊരു പ്രത്യേകതയാണ്. നോമ്പ് സുന്നത്തുള്ള മാസമാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. റമളാനിലേക്കുള്ള ഒരുക്കങ്ങൾ നടത്തേണ്ടത് ഒരു പ്രത്യേകതയാണ്. അള്ളാഹുവിലേക്ക് അള്ളാഹു ചേർത്തി ഷഹറുല്ലാ എന്ന് വിളിച്ചു എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ്. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകളാൽ അനുഗ്രഹീതമായ പരിശുദ്ധമായ റജബിന്റെ ഒരു വലിയ പ്രത്യേകതയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം സമ്മാനമായി അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകി എന്നുള്ളത്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സാ അല്ലദീ ബാറക്നാ ഹൗലഹു ലിനുരിയഹു മിൻ ആയാതിനാ ഇന്നഹു ഹുവസ് സമീഉൽ ബസീർ. അല്ലാഹുവിന്റെ റസൂലിനെ മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്കും അവിടുന്ന് 7 ആകാശങ്ങൾക്ക് പുറത്തേക്ക് കൊണ്ടുപോയി അല്ലാഹുവോട് സംസാരിച്ച് മടങ്ങി വരുമ്പോൾ അല്ലാഹു ഉമ്മത്തിന് സമ്മാനമായി നൽകി 50 വഖത്ത് നമസ്കാരം. സുബ്ഹാനല്ലാഹ്, 50 വഖത്ത് നമസ്കാരം എങ്ങനെയാണ് നമ്മൾ നിർവഹിക്കുക? സുബ്ഹി, ളുഹർ, അസ്ർ, മഗ്രിബ്, ഇശാ 5 വഖത്ത് നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നുണ്ടോ? കഴിയുന്നുണ്ടെങ്കിൽ തന്നെ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് നിർവഹിക്കുന്നത്. 50 വഖത്താണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്ക്. സുബഹിയുടെ സമയത്ത് സുബഹിസ്കാരം കഴിഞ്ഞാൽ അരമണിക്കൂർ കഴിഞ്ഞ അടുത്ത നിസ്കാരം, അത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ അടുത്ത നിസ്കാരം, അത് കഴിഞ്ഞ അരമണിക്കൂർ കഴിഞ്ഞ അടുത്ത നിസ്കാരം, രാത്രിയൊക്കെ നിസ്കരിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. 50 വഖത്ത് നിർബന്ധമാക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ അതുമായി തിരിച്ചു വരുമ്പോൾ മൂസ നബിയുടെ ഇടപെടലുകൾ കാരണമായി അള്ളാഹുവിന്റെ റസൂലിന്റെ മടക്കയാത്രയും ചരിത്രം പ്രസിദ്ധമാണ്. നമ്മളൊക്കെ ഒരുപാട് കേട്ടവരാണ്. 5 വഖത്താക്കി ചുരുക്കി എന്നിട്ട് പറഞ്ഞു ഈ 5-ന് 50ന്റെ പ്രതിഫലമുണ്ട്. അപ്പൊ 1 വഖത്ത് നമസ്കാരത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 10 വഖത്ത് നമസ്കാരത്തിന്റെ പ്രതിഫലം നൽകുന്നു. അൽഹംദുലില്ലാഹ്, എന്തൊരു ഫളലാണ്, എന്തൊരു ഔദാര്യമാണ്, എന്തൊരു പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. എന്തുകൊണ്ടാണ് നമസ്കാരത്തെ സമ്മാനം എന്ന് വിശേഷിപ്പിക്കുന്നത്? നമുക്കറിയാം, ഒരു സമ്മാനമാകുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടണം. നിസ്കാരം ഇഷ്ടമാണോ? ഇഷ്ടമുള്ള എത്ര ആളുകളുണ്ട്? ഇഷ്ടമുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളെ കൊണ്ട് ഇങ്ങനെ കഷ്ടപ്പെടുത്തേണ്ട ആവശ്യമുണ്ടോ? ഭർത്താവ് നിസ്കരിക്കുന്നില്ല, മക്കൾ നിസ്കരിക്കുന്നില്ല എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? സമ്മാനാണെങ്കിൽ. സമ്മാനം എന്ന് പറയുന്നത് എന്താ? സമ്മാനം എന്ന് പറയാനുള്ള കാരണം അതിന്റെ ആത്മീയവും ഭൗതികവുമായ ഗുണങ്ങൾ തന്നെയാണ്. ആത്മീയമായ ഗുണം എന്താ? റസൂലുള്ളാഹി പറയാണ്, നിന്റെ വീടിന്റെ ഉമ്മറത്ത് കൂടി ഒരു പുഴ ഒഴുകുന്നുണ്ട്, 5 നേരം നീ അതിലിറങ്ങി കുളിക്കുന്നുണ്ട്, അവന്റെ ശരീരത്തിൽ വല്ല അഴുക്കും ഉണ്ടാകുമോ സഹാബ? സഹാബക്കൾ ചോദിച്ചു, 5 നേരം കുളിക്കുന്നവന്റെ ശരീരത്തിൽ അഴുക്കുണ്ടാകാനോ നബിയേ? അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, 5 നേരം നമസ്കരിക്കുന്ന മനുഷ്യന്റെ ശരീര ആത്മാവില് ഒരു പാപത്തിന്റെ കറ പോലും ഉണ്ടാകൂല. എത്ര പാപങ്ങൾ ചെയ്യുന്നുണ്ട് മനുഷ്യരല്ലേ, നമ്മൾ ചെയ്തു പോകൂലേ?
അങ്ങനെ നമ്മൾ ചെയ്യുന്ന പാപങ്ങൾ പൊറുപ്പിക്കാൻ നിസ്കാരം കൊണ്ട് സാധിക്കുന്നു. അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് നമസ്കാരത്തെ സമ്മാനം എന്ന് വിളിക്കുന്നത്. ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നിസ്കരിച്ചാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നീ നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ നടക്കണില്ല. കള്ളു കുടിക്കണ്ട വിചാരിക്കും, വ്യഭിചരിക്കണ്ട വിചാരിക്കും, സംഭവിച്ചു പോകും. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തെറ്റ് ചെയ്യണ്ടെന്ന് വിചാരിക്കും, സംഭവിച്ചു പോകും. മനുഷ്യനായി പോയില്ലേ, സംഭവിക്കൂലേ. നന്നാകണമെന്ന് ആഗ്രഹമുണ്ട്, ഓട്ടോമാറ്റിക്കായിട്ട് നന്നാകണോ? ഖുർആൻ പറയാണ് നിസ്കരിച്ചാൽ മതി. നിസ്കാരം കൃത്യമായിട്ട് മുറുകെ പിടിച്ചാലേ നമ്മൾ നന്നാകും. നമ്മളെ ഓട്ടോമാറ്റിക്കായിട്ട് നന്നാക്കാൻ കഴിവുള്ളതാണ് നമസ്കാരം. അതുകൊണ്ടാണ് നമസ്കാരത്തിനെ സമ്മാനം എന്ന് വിളിക്കുന്നത്. ഭൗതികപരമായ ഗുണങ്ങൾ വേറെ, നമസ്കാരത്തിൽ ഇരുത്തമുണ്ട്. അവസാനത്തെ തഹയ്യാത്തിൽ ഇരുത്തം, വജ്രാസനം എന്നാണ് പറയുന്നത്. കല്ലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല കല്ലാണ് വജ്രം. ഇരുത്തത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ഇരുത്തമാണ് തഹയ്യാത്തിൽ ഇരുത്തം. അതുകൊണ്ടാണ് യോഗാസനയിൽ അതിനെ വജ്രാസനം എന്ന് പറയുന്നത്. എക്സസൈസാണ്. രാവിലെ സുബഹിക്ക് എണീറ്റ് നിസ്കരിച്ചു കഴിഞ്ഞാൽ നല്ല ആരോഗ്യമാണ്. മറ്റു മതക്കാരെ പോലെയല്ല മുസ്ലിമീങ്ങൾ നന്നായിട്ട് മാംസവും മറ്റൊക്കെ കഴിക്കുന്നവരാണ്. പക്ഷേ നമ്മൾ 5 നേരം നിസ്കരിക്കുന്നത് കൊണ്ട് അതൊക്കെ കൺട്രോൾ ആവുകയാണ്. ഭൗതികപരമായ ഗുണങ്ങൾ ഒരു ഭാഗത്ത്, ആത്മീയപരമായ ഗുണങ്ങൾ വേറെ ഭാഗത്ത്. അതുകൊണ്ടാണ് നിസ്കാരത്തിന് സമ്മാനം എന്ന് വിളിക്കുന്നത്. അങ്ങനെയുള്ള നമസ്കാരം അള്ളാഹു നമുക്ക് നൽകിയ മാസമാണ് റജബ് മാസം. നമസ്കാരത്തിന്റെ വാർഷികമാണ് റജബ്. നമസ്കാരത്തിന്റെ വാർഷിക ദിവസമാണ് റജബ് 27. അതുകൊണ്ട് റജബിൽ നമ്മുടെ മക്കളെ ഉണർത്താനുള്ള ഒരു വലിയ അവസരമാണ്. നിസ്കരിക്കാത്ത മക്കളുണ്ടോ? നമുക്ക് പരിഹാരമുണ്ട്. ഒരുപാട് മാർഗങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് ആത്മീയപരമായി. നിസ്കരിക്കാത്ത ഭർത്താക്കന്മാരുണ്ടോ? പരിഹാരമുണ്ട്. നിസ്കരിക്കാത്ത ഭാര്യമാരുണ്ടോ? പരിഹാരമുണ്ട്. കുടുംബങ്ങളുണ്ടോ? പരിഹാരമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് തരട്ടെ. ഒരു 4 വിഷയങ്ങൾ ഇവിടെ നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. ബാക്കി പിന്നെ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒന്നാമത്തെ വിഷയം, ഇത് റജബാണ് മോനെ, ഇത് റജബാണ്. റജബിലാണ് അല്ലാഹു നമുക്ക് നമസ്കാരം നൽകിയത്. നമസ്കാരം അല്ലാഹു നൽകിയ ഈ മാസം, ഈ മാസത്തിൽ നമ്മൾ നമസ്കരിക്കണം. ഈ മാസത്തിൽ നിസ്കാരത്തിന് റസൂലുള്ളാഹി തുടക്കം കുറിച്ചതുകൊണ്ട് ഇന്നു മുതൽ നീ നിസ്കരിച്ചു തുടങ്ങിക്കോ. ഒരു നിസ്കാരം ഖളാ ആക്കണ്ട. അതിന്റെ ഗൗരവം ഉണർത്തി കൊടുക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമാണ് റജബ് മാസം എന്നുള്ളതാണ്. രണ്ടാമത്തെ വിഷയം, അതിന്റെ ഗൗരവം, അതിന്റെ മഹത്വം, അത് നിസ്കരിച്ചിട്ടില്ലെങ്കിലുള്ള അപകടം ഉണർത്തി കൊടുക്കുക. ഒരു നിസ്കാരം ഖളാ ആക്കിയാൽ പിന്നെന്തെങ്കിലും ചെയ്യാൻ കഴിയും? സുന്നത്തുകൾ, ഫർള് ഖളാ ഉള്ളയാൾക്ക് സുന്നത്ത് ചെയ്യാൻ പറ്റൂല. അവ പ്രായപൂർത്തി മുതൽ ഒരു ഫർള് പോലും ഖളാ ഉണ്ടാകാൻ പാടില്ല. അത് ശീലിപ്പിക്കണം മാതാപിതാക്കൾ. മക്കൾ പ്രായപൂർത്തിയാകുന്ന സമയത്ത് 30 വയസ്സോ 40 വയസ്സോ ആയിട്ട് ഏതൊക്കെ ഖളാ ഉണ്ട് എന്ന് തിരിച്ചറിയാൻ കഴിയില്ല. ഒരുപാട് വീട്ടേണ്ടി വരും. വീടിന്ന് ഉറപ്പ് വരുന്നത് വരെ വീട്ടേണ്ടി വരും, കഷ്ടപ്പെടേണ്ടി വരും. അപ്പൊ ഖളാഇന്റെ ഗൗരവം ഉണർത്തി കൊടുക്കുക. അതുപോലെ നാളെ പരലോകത്ത് ആദ്യമായി ചോദ്യം ചെയ്യപ്പെടുന്നത് നിസ്കാരത്തിനെ കുറിച്ചാണ്, ഉണർത്തി കൊടുക്കുക. അതുപോലെ നമസ്കാരം ഇസ്ലാം കാര്യത്തിൽ ഒന്നാമതായി അള്ളാഹു എണ്ണി ഷഹാദത്ത് കഴിഞ്ഞാൽ ഉണർത്തി കൊടുക്കുക, ഗൗരവം ഉണർത്തി കൊടുക്കുക എന്നുള്ളതാണ്. മൂന്നാമത് നമ്മൾ പഠിക്കുന്നത് ഒരു പ്രാർത്ഥനയാണ്. റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥനയാണ്. ഇബ്രാഹിം നബി തന്റെ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്ത പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ടാണ് ഇസ്മായിൽ എന്ന നല്ല ഈമാനുള്ള മകനെ അള്ളാഹു നൽകിയത്. അപ്പൊ നമ്മുടെ മക്കൾ നല്ല ഈമാനുള്ള ഇസ്മായിലുമാരായി മാറാൻ, നിസ്കരിക്കുന്നവരാകാൻ ഈ ഒരു പ്രാർത്ഥന മതി എന്ന് നമ്മുടെ ഉലമാക്കൾ വിശദീകരിക്കുകയാണ്. നമ്മുടെ മക്കൾക്ക് വേണ്ടി ഈ ഒരു പ്രാർത്ഥന നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നാലാമത്തെ ഒരു പ്രാർത്ഥന, നാലാമത്തെ ഒരു വിഷയം മറ്റൊരു പ്രാർത്ഥനയാണ്. ഭർത്താവ് നിസ്കരിക്കുന്നില്ല, ഭാര്യ നിസ്കരിക്കുന്നില്ല, മക്കൾ നിസ്കരിക്കുന്നില്ലെന്ന് പറയുന്നവർക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുറത അഅ്യുനിൻ വജഅൽനാ ലിൽമുത്തഖീന ഇമാമാ എന്ന പ്രാർത്ഥന നമ്മൾ നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾ നന്നാകും, നമ്മുടെ ഭാര്യമാര് നന്നാകും,
നമ്മുടെ ഭർത്താക്കന്മാര് നന്നാകും, യാതൊരു സംശയവുമില്ല. ഇത് ഖുർആനിന്റെ പ്രാർത്ഥനയാണ്, നമ്മുടെ ഉലമാക്കൾ നിർദ്ദേശിക്കുന്ന പ്രാർത്ഥനയാണ്. നമ്മൾ നമ്മുടെ പ്രാർത്ഥനകളിൽ കൊണ്ടുവരിക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏതാനും ചില വിഷയങ്ങൾ, നിസ്കാരത്തിന്റെ ഗൗരവം നമ്മൾ നമ്മുടെ മക്കൾക്ക് ഏറ്റവും നന്നായി ഉണർത്തി കൊടുക്കാനുള്ള ഒരു അവസരമാണ് റജബ് എന്ന് ഓർമ്മപ്പെടുത്താൻ ഈ മജ്ലിസ് കൊണ്ട് ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഓരോ കുട്ടികളും വ്യത്യസ്തമാണ്, ഓരോ വ്യക്തികളും വ്യത്യസ്തമാണ്. അവരുടെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട്, എന്തുകൊണ്ട് അവർ നമസ്കരിക്കുന്നില്ല എന്ന് കൃത്യമായി മനസ്സിലാക്കിയിട്ടുള്ള പരിഹാരം ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ നന്നാക്കട്ടെ, നിസ്കാരമുള്ളവരാക്കട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.